വിലക്കയറ്റം ഉണ്ടാവുന്ന സമയത്ത് സർക്കാർ എങ്ങനെയാണത് നിയന്ത്രിച്ചു നിർത്തുന്നത്? കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ കേന്ദ്ര ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ബജറ്റിൽ ടാക്സിന്റെ പരിധി 12 ലക്ഷം രൂപയാക്കി ഉയർത്തുകയാണെന്ന് പറഞ്ഞു. ഇത്തരത്തിൽ നികുതി കുറയ്ക്കുന്നതുകൊണ്ട് സമ്പദ് വ്യവസ്ഥയിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത്? ഇതെല്ലാം സർക്കാരിന്റെ ധനനയം അഥവാ ഫിസ്ക്കൽ പോളിസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താണ് ധനനയം? വിലക്കയറ്റ സമയത്ത് അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നികുതി കുറയ്ക്കുന്നത് സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കുന്നു? തുടങ്ങിയ കാര്യങ്ങളാണ് നാം ഇന്ന് പരിശോധിക്കുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നതിനായി സർക്കാർ ഉപയോഗിക്കുന്ന സർക്കാരിൻ്റെ നയത്തിനെയാണ് പൊതുധന നയം എന്ന് വിളിക്കുന്നത്. പൊതുചെലവ്, പൊതുവരുമാനം, പൊതുകടം എന്നിവ സംബന്ധിച്ച സർക്കാരിൻ്റെ നയമാണിത്. നമ്മുടെ സമ്പദ് വ്യവസ്ഥ പലപ്പോഴും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടാറുണ്ട്. ഇത്തരത്തിൽ സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രശ്നങ്ങളായിട്ടുള്ള പണപ്പെരുപ്പം, പണച്ചുരുക്കം, വിലക്കയറ്റം, വിലത്തകർച്ച, തൊഴിലില്ലായ്മ ഇതെല്ലാം പരിഹരിക്കുന്നതിനായി സർക്കാരിൻ്റെ കയ്യിലുള്ള 3 ആയുധങ്ങളാണ് പൊതുചെലവ്, പൊതുവരവ്, പൊതുകടം. ഇവ മൂന്നും കൃത്യമായ രീതിയിൽ മാനേജ് ചെയ്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് സമ്പദ് വ്യവസ്ഥയിലെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിനായി ഗവൺമെൻറ് അല്ലെങ്കിൽ സർക്കാർ ശ്രമിക്കുന്നത്. ഓരോ സമയത്തും ഇവ മൂന്നിനെയും പ്രത്യേക രീതിയിൽ ക്രമീകരിച്ചുകൊണ്ട് സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നതിനായി ഗവൺമെൻറ് എടുക്കുന്ന നയങ്ങളും തീരുമാനങ്ങളുമാണ് സർക്കാരിൻ്റെ ധനനയമായി അറിയപ്പെടുന്നത്. പൊതുധനനയത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് ഇനി പറയാനായി പോകുന്നത്. ഒന്നാമതായി പറയുന്നത് സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക. രാജ്യത്ത് സാമ്പത്തികമായിട്ടുള്ള സ്ഥിരത കൈവരിക്കുക എന്നതാണ് ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമതായിട്ട് പറയുന്നത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനും സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനും വേണ്ടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് രണ്ടാമത്തെ ലക്ഷ്യം. മറ്റൊന്നാണ് ചെലവ് നിയന്ത്രിക്കുക. ഗവൺമെൻറ്റിൻ്റെ അനാവശ്യ ചെലവുകളെ നിയന്ത്രിക്കുക എന്നതാണ് പൊതുധനനയത്തിൻ്റെ മൂന്നാമത്തെ ലക്ഷ്യമായിട്ട് കണക്കാക്കുന്നത്. മറ്റൊരു ലക്ഷ്യമാണ് വളർച്ച ത്വരിതപ്പെടുത്തുക. രാജ്യത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള വളർച്ച ത്വരിതപ്പെടുത്തുക, അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കുക. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് വിലക്കയറ്റം നിയന്ത്രിക്കുക. ഇനി നമുക്ക് ധനനയത്തിലൂടെ എങ്ങനെയാണ് വിലക്കയറ്റം നിയന്ത്രിക്കാൻ സാധിക്കുന്നത് എന്ന് നോക്കാം. സമ്പദ് വ്യവസ്ഥയിലെ പണത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നതാണ് വിലക്കയറ്റത്തിനുള്ള ഒരു അടിസ്ഥാന കാരണം. അതുകൊണ്ട് സമ്പദ് വ്യവസ്ഥയിലുള്ള ഇത്തരത്തിലെ അമിതമായ പണത്തിനെ തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ വിലക്കയറ്റത്തെ നിയന്ത്രിക്കാനായി സാധിക്കും. അതുകൊണ്ട് തന്നെ വിലക്കയറ്റ സമയത്ത് സർക്കാർ നികുതി വർദ്ധിപ്പിക്കുന്നു. നികുതി വർദ്ധിക്കുന്നതിൻ്റെ ഫലമായി ജനങ്ങളുടെ സാധനങ്ങൾ വാങ്ങുവാനുള്ള ശേഷി കുറയുകയാണ് ചെയ്യപ്പെടുന്നത്. ഉപഭോക്താക്കൾ സാധനങ്ങൾ വാങ്ങുന്നതിൻ്റെ അളവ് കുറയ്ക്കുമ്പോൾ സാധനങ്ങൾ മാർക്കറ്റിൽ കെട്ടിക്കിടക്കാൻ കാരണമാവുകയും ഉൽപ്പാദകർ വില കുറയ്ക്കാൻ നിർബന്ധിതരായിത്തീരുകയും ചെയ്യും. ഒരു ഉദാഹരണത്തിൻ്റെ സഹായത്താൽ നമുക്കിത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. നികുതി 10% ഉണ്ടായിരുന്നത് 20% സർക്കാർ ഉയർത്തിയെന്ന് സങ്കല്പിക്കുക. 100 രൂപയ്ക്ക് സാധനം വാങ്ങുന്ന വ്യക്തി ആദ്യം 10 രൂപയാണ് നികുതിയായി നൽകിയിരുന്നെങ്കിൽ നിലവിൽ നികുതി വർദ്ധിപ്പിച്ചതിനാൽ അദ്ദേഹം 20 രൂപ നികുതിയായി നൽകേണ്ടതായിട്ട് വരും. 10% നികുതിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് 10 രൂപ നികുതിയായി കൊടുത്താലും 90 രൂപയ്ക്ക് സാധനം വാങ്ങാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ നികുതി വർദ്ധിപ്പിച്ചത് കൊണ്ട് 20 രൂപ നികുതിയായിട്ട് കൊടുക്കണം. അപ്പോൾ ബാക്കി വരുന്ന 80 രൂപയ്ക്ക് മാത്രമേ സാധനങ്ങൾ വാങ്ങാനായിട്ട് കഴിയുകയുള്ളൂ. നികുതി വർദ്ധിക്കുന്നത് ഉപഭോക്താവിൻ്റെ സാധനങ്ങൾ വാങ്ങാനുള്ള ശേഷി കുറയ്ക്കുകയാണ് ചെയ്യപ്പെടുന്നത്. ഇത്തരത്തിൽ ഉപഭോക്താക്കൾ സാധനം വാങ്ങുന്നതിൻ്റെ അളവ് കുറയുമ്പോൾ മാർക്കറ്റിൽ സാധനങ്ങൾ വിറ്റുപോവാതെ വരികയും വിൽപ്പനക്കാർ അതിൻ്റെ വില കുറയ്ക്കാൻ നിർബന്ധിതരായി തീരുകയും ചെയ്യും. ഇതിലൂടെ സമ്പദ് വ്യവസ്ഥയിലെ വില കുറയാനായിട്ടത് കാരണമായിട്ട് മാറും. ചുരുക്കി പറഞ്ഞാൽ വിലക്കയറ്റം ഉണ്ടാകുന്ന സമയത്ത് സർക്കാർ നികുതി വർദ്ധിപ്പിക്കും. നികുതി വർദ്ധിക്കുന്നതിലൂടെ ഉപഭോക്താവിൻ്റെ സാധനങ്ങൾ വാങ്ങാനുള്ള ശേഷി കുറയും. വാങ്ങാനുള്ള ശേഷി കുറഞ്ഞാൽ സാധനങ്ങൾ മാർക്കറ്റിൽ വിറ്റുപോവാതെ വരും. ഇത് മാർക്കറ്റിൽ വസ്തുക്കൾ കെട്ടിക്കിടക്കാൻ കാരണമായിട്ട് മാറും. ഈ സമയത്ത് വിൽപ്പനക്കാർ അല്ലെങ്കിൽ ഉൽപ്പാദകർ സാധനങ്ങളുടെ വില കുറച്ച് കൊടുക്കാൻ നിർബന്ധിതരാവും. അങ്ങനെ സാധനത്തിൻ്റെ വില പഴയ രീതിയിലേക്ക് അല്ലെങ്കിൽ ന്യായമായ വിലയിലേക്ക് തിരിച്ചെത്തും. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് വിലക്കയറ്റത്തെ പറ്റിയാണ്. അതുപോലെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന മറ്റൊന്നാണ് വിലത്തകർച്ച. സാധനങ്ങളുടെ വില കുറഞ്ഞു പോവുകയാണ് ചെയ്യപ്പെടുക. ഈ വിലത്തകർച്ച നിയന്ത്രിക്കുന്നതും സർക്കാർ പൊതുധനനയത്തിലൂടെ തന്നെയാണ്. വിലക്കയറ്റം ഉണ്ടായ സമയത്ത് സർക്കാർ നികുതി ഉയർത്തുകയാണ് ചെയ്യപ്പെട്ടതെങ്കിൽ വിലത്തകർച്ച ഉണ്ടാകുന്ന സമയത്ത് അതിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് ചെയ്യപ്പെടുക. നികുതി കുറച്ചു കൊടുക്കുകയാണ് ചെയ്യപ്പെടുക.
20% ഉണ്ടായിരുന്ന നികുതി 5% കുറയ്ക്കുന്ന സമയത്ത് ഉപഭോക്താവിന് 100 രൂപയ്ക്ക് സാധനം വാങ്ങുമ്പോൾ ആദ്യം 20 രൂപ നികുതിയായി കൊടുത്ത് 80 രൂപയ്ക്ക് മാത്രമേ സാധനം വാങ്ങാൻ സാധിച്ചിരുന്നുള്ളൂ. എന്നാൽ നികുതി കുറയ്ക്കുന്നതിൻ്റെ ഫലമായിട്ട് 5% നികുതി കുറച്ച് കഴിഞ്ഞാൽ ഉപഭോക്താവിന് 95 രൂപയ്ക്കും സാധനം വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ വാങ്ങുന്നതിൻ്റെ അളവ് വർദ്ധിക്കും. അപ്പോൾ കൂടുതൽ ആളുകൾ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടേയിരിക്കുമ്പോൾ മാർക്കറ്റിൽ ഇത് പെട്ടെന്ന് വിറ്റ് പോകാനായിട്ട് തുടങ്ങും. ഇത്തരത്തിൽ മാർക്കറ്റിൽ ഡിമാൻഡ് വർദ്ധിക്കുന്നത് വില ഉയരാൻ കാരണമായിട്ട് മാറും. ധനനയം എന്താണെന്നും ധനനയത്തിലൂടെ വിലക്കയറ്റത്തെയും വിലത്തകർച്ചയെയും സർക്കാർ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നതെന്നും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരും.